ഹായ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന്റെ 5th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2022. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 57 ക്വസ്റ്റ്യൻ വരെയായിരുന്നു ചെയ്തിരുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. 1. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. 2. 1.25 കോടി മലയാളികൾ. 3. കേരളം മലയാളികളുടെ മാതൃഭൂമി. EMS എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തതാണ് ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. ക്ഷമിക്കണം, ഓപ്ഷനിലില്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണിത്. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എഴുതിയത് ആരായിരുന്നു? അത് PK ബാലകൃഷ്ണനാണ്. ബാക്കി രണ്ടും EMSന്റെ കൃതിയാണ്. ആൻസർ ഓപ്ഷനിൽ ഇല്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 2. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 3. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം. ഓപ്ഷൻ ഡി. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഡോക്ടർ പൽപ്പു അല്ല, ബാരിസ്റ്റർ GP പിള്ളയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് എന്ത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. ആദ്യം ഒപ്പുവെച്ച വ്യക്തി ആരാണ്? KP ശങ്കരമേനോൻ. 2ാമത് GP പിള്ള. 3ാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1 ആർക്കാ സമർപ്പിക്കുന്നത്? ശ്രീമൂലം തിരുനാളിന്. 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂറിൽ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ T. രാമറാവു. ആരാണ്? T. രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ ഇംഗ്ലീഷുകാരനായിരുന്നു നോർട്ടൺ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാനായിട്ട് നിയമസഹായം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? നോർട്ടൺ. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? അത് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള. 60ാമത്തെ ക്വസ്റ്റ്യൻ, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. 1. കുഞ്ഞമ്പു നായർ. 2. ചിരുകണ്ഠൻ. 3. KCS മണി. ആരൊക്കെയാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തത്? കുഞ്ഞമ്പു നായരും ഉണ്ട്, ചിരുകണ്ഠനും ഉണ്ട്. 1ഉം 2ഉം. ഓപ്ഷൻ ബി. 1ഉം 2ഉം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. കയ്യൂരിലെ കർഷക സംഘങ്ങള് ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരം. 1941 കയ്യൂർ സമരം നടക്കുന്നത്. കയ്യൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയില്. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബ്ബരായറാണ്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് ആര്? സുബ്ബരായർ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവര് ആരൊക്കെയായിരുന്നു? മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായര്, പള്ളിക്കൽ അബൂബക്കർ, ചിരുകണ്ഠൻ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, ചിരുകണ്ഠൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? EK നായനാര്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത
കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് EK നയനാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ. ഓപ്ഷൻ സി, ഇനാമൽ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ ആണ്. ഈ ഡെൻഡൈനെ പൊതിഞ്ഞു കാണപ്പെടുന്ന പല്ലിലെ നിർജീവമായ ഭാഗമാണ് ഇനാമല്. ഡെൻഡൈനെ പൊതിഞ്ഞു കാണുന്ന പല്ലിലെ നിർജീവമായ ഭാഗമാണ് ഇനാമല്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാ? ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഫ്ലൂറിൻ. ഏതാണ്? ഫ്ലൂറിൻ. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. ഇതിന്റെ ആൻസർ അസ്കോർബിക് ആസിഡ് ആണ് വരേണ്ടത്. പക്ഷേ ഫൈനൽ ആൻസർ കീഴിൽ ഇത് ഡിലീറ്റഡ് ആണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഓപ്ഷൻ ഡി, ഹീമോഫീലിയാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. എന്താണ് ഹീമോഫീലിയ? മുറിവുണ്ടായാല് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. മുറിവുണ്ടായാല് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഏത്? ഹീമോഫീലിയ. ഇത് രാജകീയ രോഗമെന്നും ക്രിസ്തുമസ് രോഗമെന്നും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? രാജകീയ രോഗമെന്നും അറിയപ്പെടുന്നു, ക്രിസ്തുമസ് രോഗമെന്നും അറിയപ്പെടുന്നു. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഏതാണ്? ആർദ്രമാണ്. ഓപ്ഷൻ എ, ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം. 65ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ ആണ്. ജീവകം എയുടെ രാസനാമമാണ് എന്ത്? റെറ്റിനോൾ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് എന്ത്? നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. അതുപോലെ നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. 2. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. 3. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. 4. കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശൂർ. ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2ഉം 4ഉം ശരിയാണ് അല്ലെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടും കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശൂരും. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് തന്നേക്കുന്നത്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട് ജില്ലയിലെ ചൂണ്ടൽ. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോടാണ്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാലോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ. 2ഉം ഇടുക്കി ജില്ലയിലാണ്.
കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മയിലാടുംപാറ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ഓടക്കാലി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര, തൃശൂര്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? 1 പവിത്ര, 2 ജ്വാലാമുഖി, 3 ജ്യോതിക, 4 അന്നപൂർണ. ഏതൊക്കെയാണ് നെല്ലിനങ്ങള്? പവിത്രയും അന്നപൂർണയും. 1, 4. ഓപ്ഷൻ ഡി. ഏതൊക്കെയാണ്? പവിത്രയും അന്നപൂർണയും. പയറിന്റെയാണ് ഏതൊക്കെ? ജ്യോതിക, മാലിക, ലോല, ഭാഗ്യലക്ഷ്മി. പയറിന്റെ സങ്കരയിനം വിത്തുകളാണ് ഏതൊക്കെ? ജ്യോതിക, മാലിക, ലോല, ഭാഗ്യലക്ഷ്മി. പച്ചമുളകിൻ്റെത് അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി. പച്ചമുളകിന്റെ ഏതൊക്കെയാണ്? അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി. വഴുതനയുടേത് നീലിമ, ഹരിത, സൂര്യ, ശ്വേത. വഴുതനയുടെ ഏതൊക്കെയാണ്? നീലിമ, ഹരിത, സൂര്യ, ശ്വേത. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? 1 ഡയേറിയ, 2 ടൈഫോയിഡ്, 3 എയ്ഡ്സ്, 4 കോളറ. ഏതൊക്കെയാണ് മലിനമായ ജലം കുടിക്കുന്നതിലൂടെ പകരുന്നത്? ഡയേറിയ, ടൈഫോയിഡ്, കോളറ. 1, 2, 4. ഓപ്ഷൻ ഡി. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. 2 കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. 3 ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3 ശരിയാണ്. 1, 3. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാണ് ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന എന്താണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് എന്തുണ്ടാകുന്നു? കാർബോക്സി ഹീമോഗ്ലോബിൻ. ഭൗമ വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളാണ് എന്ത്? ഹരിതഗൃഹ വാതകങ്ങൾ. ഭൗമ വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രിക് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ഓസോൺ മുതലായവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണുന്ന ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണുന്ന ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. 1 സൈലന്റ് വാലി ദേശീയോദ്യാനം, 2 ചെന്തുരുണി വന്യജീവി സങ്കേതം, 3 ഇരവികുളം വന്യജീവി സങ്കേതം, 4 നെയ്യാർ ദേശീയോദ്യാനം. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? ഇരവികുളം വന്യജീവി സങ്കേതവും നെയ്യാർ ദേശീയോദ്യാനവും. അതാണ് തെറ്റായിട്ടുള്ളത്. 3, 4. ഓപ്ഷൻ ബി 3, 4 ആണ് തെറ്റായിട്ടുള്ളത്. ഇരവികുളം എന്താണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. നെയ്യാറാണ് വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. 1975 ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1975. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് ഉയർത്തി. എന്നാണ് ദേശീയോദ്യാനമാക്കുന്നത്? 1978. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം.
ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് ഏത്? വരയാട്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ ജോഡി ഏത്? സംയുക്തവും സംയുക്തത്തിലെ ആറ്റങ്ങളുമാണ് തന്നിരിക്കുന്നത്. അതില് തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. അലക്കുകാരം സോഡിയം, കാർബൺ, ഓക്സിജൻ. വിറ്റാമിൻ സി കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. പഞ്ചസാര കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, ഓക്സിജൻ. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ സി. കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ അല്ല, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. വൈറ്റമിൻ സിയിൽ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി അപ്പക്കാരത്തിൽ ഏതൊക്കെയാണ് ആറ്റങ്ങള്? അപ്പക്കാരത്തില് സോഡിയം, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അപ്പക്കാരത്തിലെ ഏതൊക്കെയാണ്? സോഡിയം, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അമോണിയയില് നൈട്രജനും ഹൈഡ്രജനും. അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും. മീഥേനില് കാർബണും ഹൈഡ്രജനും. മീഥേനിൽ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ. ബ്യൂട്ടേനിലും കാർബണും ഹൈഡ്രജനും. ബ്യൂട്ടേനിലും ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനുമാണ്. എഥനോളിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹമേത്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹമാണ് ഏത്? മഗ്നീഷ്യം. ഓപ്ഷൻ എ മഗ്നീഷ്യം. അൽനിക്കോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇരുമ്പ്, അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇരുമ്പ്, അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. എന്താണ് ഉപലോഹങ്ങള്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഏത്? ഉപലോഹങ്ങൾ. പ്രധാന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, പൊളോണിയം, ആഴ്സനിക്, ടെലൂറിയം, ബോറോൺ, ആന്റിമണി. ഏതൊക്കെയാണ് ഉപലോഹങ്ങൾ? ജെർമേനിയം, സിലിക്കൺ, പൊളോണിയം, ആഴ്സനിക്, ടെലൂറിയം, ബോറോൺ, ആന്റിമണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74ാമത്തെ ചോദ്യം. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ സി. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ലോഹവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. 75ാമത്തെ ക്വസ്റ്റ്യൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? 1 രാസവളത്തിന്റെ നിർമ്മാണം, 2 മഷിയുടെ നിർമ്മാണം, 3 പാഴ്ജല ശുദ്ധീകരണം, 4 ഭക്ഷണത്തിന്റെ ദഹനം. സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. 1, 3. ഓപ്ഷൻ ബി 1, 3. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്.
വ്യാവസായിക അടിസ്ഥാനത്തിൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? സമ്പർക്ക പ്രക്രിയ. വ്യാവസായിക അടിസ്ഥാനത്തിൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ഏതാണെന്നറിയാവോ? സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ശുക്രൻ. ഏതാണ്? ശുക്രൻ. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 15 സെന്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും അല്ലെ? എഫ് എന്ന് പറയുന്നത് r/2 ആയിരിക്കും. ഇവിടെ ആരം എത്രയാണ്? 30 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ പകുതി 15 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം. 77ാമത്തെ ക്വസ്റ്റ്യൻ. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? എന്തിന്റെയാണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഇനി സമയം തന്നിട്ടുണ്ട്. സമയത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? സെക്കൻഡ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡില. ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. 3. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങളല്ല ഉപയോഗിക്കുന്നത്, അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. സോണാറിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 1. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താ? അത് പോസിറ്റീവ് ആണ്. 2. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. 3. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതും നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് 2ഉം 3ഉം. ഓപ്ഷൻ സി. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയമാണ് ത്വരണം. പ്രവേഗമാറ്റത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ത്വരണം എന്ന് പറയുന്നത്. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറക്കുമ്പോൾ എന്ത് കിട്ടും? പ്രവേഗമാറ്റം കിട്ടും. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറയ്ക്കുമ്പോൾ പ്രവേഗമാറ്റം കിട്ടും. ഇവിടെ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ലോറിയാണ്. അപ്പൊ ആദ്യ പ്രവേഗം എന്താണ്? 0 ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ലോറിയാണ്, അതുകൊണ്ട് ആദ്യ പ്രവേഗം 0. അന്ത്യപ്രവേഗം എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നുണ്ട്. അപ്പോൾ അന്ത്യപ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗമാറ്റം 30 മൈനസ് 0 30 തന്നെ. അപ്പൊ പ്രവേഗമാറ്റം എത്രയെന്ന് കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സമയം ഇവിടെ 5 സെക്കൻഡ് ആണ്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി.
6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 5th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.